മയക്കുവെടി വെക്കാനുള്ള PT-5 എന്ന കാട്ടാനയെ വനമേഖലയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാന്തുരുത്തി മേഖലയിലാണ് നിലവിൽ ആനയുള്ളത്. വെറ്റിനറി സർജൻ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും PT-5നെ മയക്കുവെടി വെക്കുക. ആനയുടെ കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് വനം വകുപ്പിന്റെ ദൗത്യം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം, വനം വകുപ്പിന്റെ സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ 7:30യോടുകൂടി ദൗത്യം ആരംഭിക്കും, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് കൃത്യസമയത്ത് തന്നെ സംഘം എത്തി 2 കുങ്കിയാനകളെയും സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വിദഗ്ധമായ പദ്ധതികളോടെ വനം വകുപ്പ് ഡോക്ടർമാരടങ്ങുന്ന സംഘം, വിദഗ്ധ സംഘം ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ലിഷോയ് ചേർന്നു വിവരങ്ങളുമായി. ലിഷോയ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നിലവിൽ ഡോക്ടർ അരുൺ സഖറിയ ഉൾപ്പെടെയുള്ള നേതൃത്വം നൽകുന്ന സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ആനയെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇപ്പോൾ ആനയുടെ അടുത്തേക്ക്, ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ആനയുടെ അടുത്തേക്ക് ഇമേജ് വനമേഖലയിലാണ്, ഈ കവ പ്രദേശത്തുള്ള ഇമേജ് വനമേഖലയിലാണ് നിലവിൽ ആനയുള്ളത്, PT-5 ഉള്ളത്. ആനയുടെ അടുത്തേക്ക് ഇപ്പോൾ നിലവിൽ ഇവരെല്ലാവരും തന്നെ, ഈ ദൗത്യസംഘം പൂർണ്ണമായും പോയിട്ടുണ്ട്. ആന മറ്റ് അക്രമാസക്തനായ ഒരവസ്ഥയൊന്നും അല്ലാത്തതിനാൽ തന്നെ ഈ ദൗത്യം വളരെ എളുപ്പമാകുമെന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഡോക്ടർ അരുൺ സഖറി അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ ഈ ആനയെ മയക്കുവെടി വയ്ക്കും, അതിനുശേഷം ആനയുടെ കണ്ണ് പരിശോധിക്കും. കണ്ണ് പരിശോധിച്ച ശേഷം ഏത് രീതിക്കുള്ള ചികിത്സയാണ് വേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. അതിനുശേഷമാണ് പിന്നീട് തുടർ നടപടികളൊക്കെ തന്നെ ചെയ്യുക. ഏതൊക്കെ തലത്തിലുള്ള ചികിത്സകൾ നൽകണം എന്നുള്ള കാര്യം ഒരു ധാരണയിൽ എത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ദൗത്യം മയക്കുവെടി വെച്ച ശേഷം പിന്നീട് ആനയെ ലൊക്കേറ്റ് ചെയ്ത് അതിനുശേഷം ഈ ആനയ്ക്ക് വേണ്ട പരിശോധനകളൊക്കെ നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യങ്ങൾ സംബന്ധിച്ച എല്ലാ തീരുമാനത്തിലേക്കും എത്തുക എന്നുള്ളതാണ് ഡോക്ടർ അരുൺ സഖറിയ പ്രതികരിച്ചത്. എന്തായാലും ഈ ദൗത്യസംഘം ഇപ്പോൾ ആനയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ആനയെ മയക്കുവെടി വയ്ക്കുകയാണ് ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്. മയക്കുവെടി വെച്ച ശേഷം പിന്നീട് ആനയെ ചികിത്സയ്ക്ക് വേണ്ടി 3 തരത്തിലുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഒരു തയ്യാറാക്കിയ പദ്ധതി പ്രകാരം, ഒന്നാമത്തെ ഒരു പ്ലാൻ പ്രകാരം ആനയെ മയക്കുവെടി വയ്ക്കുന്നു, അതിനുശേഷം ചികിത്സിച്ച ശേഷം ആവശ്യമെങ്കിൽ കാട്ടിലേക്ക് വിടും. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ കാട്ടിലേക്ക് വിടും. അതല്ല, ഈ ആനയ്ക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട് എങ്കിൽ ഈ ആനയെ ഇവിടെ നിന്നും ബേസ് ക്യാമ്പിലേക്ക് മാറ്റി അവിടെ എത്തിച്ച് ചികിത്സിക്കും എന്നുള്ളതാണ്. കൂടാതെ ഇനിയിപ്പോൾ തുടർ ചികിത്സകൾ ആവശ്യമാണെങ്കിൽ അതിനുവേണ്ട നടപടികളുമൊക്കെ തന്നെ എടുക്കുമെന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ഈ ഫോറസ്റ്റ് അധികൃതർ പറയുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആനയെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി ഒരു സംഘം ഈ വനമേഖലയുടെ ഉള്ളിൽ. അരുൺ സഖറിയയുടെ ഒരു പ്രതികരണം ലഭ്യമാണ്, അതിലേക്ക് കൂടി. പ്ലാൻ എങ്ങനെയാണ് സാർ? പ്ലാൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആദ്യം ആനുവൽ ഒബ്സർവ് ചെയ്യട്ടെ, എന്നിട്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, റൈറ്റ്. എക്സ്പേർട്സ് ഉണ്ട്, സർജറിയുടെ എക്സ്പേർട്സ് ഒക്കെ ഉണ്ട്, വന്നിട്ടുണ്ട്. സിറ്റുവേഷൻ നോക്കട്ടെ, അവിടെ വെച്ചിട്ട് ആദ്യം നോക്കട്ടെ സിറ്റുവേഷൻ. നമ്മുടെ ബ്ലൈൻഡ്നെസ് പുറത്ത് നോക്കിയിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇതായിട്ട് ഓൾറെഡി അത് നമ്മൾ ഒബ്സർവേഴ്സ്ക്കൊപ്പം ഉപയോഗം എന്താ പറയുക, എക്യുപ്മെന്റ്സ് വെച്ച് നോക്കണം. പറയാൻ പറ്റും. PT-5 കാട്ടാനയുടെ നിലവിലെ സ്ഥിതി പഠിച്ച ശേഷമായിരിക്കും ചികിത്സാ രീതി തീരുമാനിക്കുക എന്നാണ് വെറ്റിനറി സർജൻ അരുൺ സഖറിയ പറഞ്ഞിട്ടുള്ളത്. ആനയുടെ കണ്ണ് പരിശോധിക്കാനുള്ള ഉപകരണങ്ങളും വിദഗ്ധരും ഉണ്ടെന്നും അരുൺ സഖറിയ കൂട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ലിഷോയ് തുടർന്ന വിവരങ്ങളുമായി. ലിഷോയ്, പറയൂ. സ്ഥലത്ത് നിലവിൽ കുങ്കിയാനകൾ ഉൾപ്പെടെ 2 കുങ്കിയാനകൾ ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ കുങ്കിയാനകളുടെ സഹായം വേണമെങ്കിൽ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളുമൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വനമേഖലയ്ക്ക്, ഈ പ്രദേശത്താണ്, ഇതിനകത്താണ് നിലവിൽ ഈ ആന ഉള്ളത്. ഈ ആനയെ അധികം, അതായത് ആന മയക്കുവെടി വെച്ച ശേഷം കൂടുതൽ ദൂരത്തേക്ക് എന്തായാലും പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം കാഴ്ചയ്ക്ക് വലിയ തോതിലുള്ള പ്രശ്നമുള്ളതിനാൽ തന്നെ കൂടുതൽ ഇടങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. എന്തായാലും ദൗത്യസംഘം ആന
ആന സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ചുറ്റും നിന്നിട്ടുണ്ട്. അതിനുശേഷം ഈ മയക്കുവെടി വെച്ച ശേഷം പിന്നീട് ആന നീങ്ങുകയാണെങ്കിൽ ആ കൂടുതൽ വനപ്രദേശത്തിന് ഉള്ളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഗത്തുനിന്നും RRT സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതിനുശേഷം ആനയെ കൃത്യമായി ആ മയങ്ങാനുള്ള മരുന്നിൻ്റെ അത് കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങിയാലാണ് പിന്നീട് ഈ ആനയ്ക്ക് ചികിത്സ നൽകേണ്ട കാര്യങ്ങളിലേക്ക് എന്തായാലും കടക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ പ്രതിസന്ധികളൊന്നും തന്നെ ഇല്ല. കാരണം അത്യാവശ്യം നിരപ്പായ സ്ഥലത്ത് തന്നെയാണ് ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു ഇടത്ത് തന്നെയാണ് ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെയധികം മരങ്ങളൊക്കെ തന്നെ ഉള്ള ഒരു മേഖലയിൽ നിന്ന് കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ കൊണ്ട് തന്നെ അധികം ദൂരേക്ക് മാറി പോയില്ലായിരിക്കും എന്ന് കരുതാമല്ലേ? അങ്ങനെ ഒരു പ്രശ്നം കുറച്ച് കാലമായി PT5 കാണിക്കുന്നുണ്ടല്ലോ. കാരണം കാഴ്ചക്കുറവ് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട്. തീർച്ചയായും രണ്ട് കണ്ണിനും കാഴ്ചയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ കാഴ്ച പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അക്കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും പരിശോധിക്കണമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് കണ്ണുകൾക്കും തകരാറുണ്ട്. അത് എത്രത്തോളമാണ് ആ ഒരു പ്രശ്നമുള്ളത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തിയതിന് ശേഷമായിരിക്കും തുടർ ചികിത്സകൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. വിദഗ്ധമായി പരിശോധിച്ച ശേഷമാണ് ചികിത്സ ചെയ്യുക. കണ്ണ് പരിശോധിക്കാനുള്ള ഉപകരണങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ അരുൺ സഖറിയ മാതൃഭൂമി ന്യൂസിനോട് പറയുകയും ചെയ്തിരുന്നു.